പൂങ്കാവനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വീട്ടിലൊരു ആമ്പൽക്കുളം ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു. ആദ്യം കുറച്ച് നാളൊക്കെ കുളത്തിലെ വെള്ളം നല്ല ക്ലിയർ ആയിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് പച്ച കളറായി. എനിക്ക് വെള്ളം ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. അതാണല്ലോ കാണാനും ഭംഗി. വെള്ളത്തിന് പച്ച കളർ വരുന്നത് അതിൽ പായൽ വളരുമ്പോഴാണ്. പായൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഗെ. വെള്ളത്തിൽ പായൽ വളരാൻ കാരണം വെള്ളത്തിൽ ന്യൂട്രിയൻസിൻ്റെ അംശം കൂടുമ്പോഴാണ്. ഇപ്പം ഈ ഒരു കുളത്തിൽ 3 ആമ്പലാണുള്ളത്. അപ്പോൾ ഈ ആമ്പലിന് ഞാൻ ഇടുന്ന വളം ഒപ്പം മീനിൻ്റെ എക്സ്ക്രീഷൻ, ഇത് രണ്ടും ചേർന്ന് വെള്ളത്തിനെ ന്യൂട്രീഷ്യസ് ആക്കും. എന്നാൽ ഇത്രയും പോഷകം ഈ ചെടികൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ചെടികൾ അത് അബ്സോർബ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ വെള്ളത്തിലെ ന്യൂട്രിയൻസിൻ്റെ അംശം കൂടുകയും അത് പായലിൻ്റെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഈ പായൽ വളർച്ചയെ എങ്ങനെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് കൂടുതൽ ചെടി നടുക എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ കുളത്തിൽ കൂടുതൽ ആമ്പലോ താമരയോ ഒക്കെ നമുക്ക് നടാം. അതല്ലെങ്കിൽ മറ്റ് ചെടികൾ, വാട്ടർ ബാമ്പു പോലെ വെള്ളത്തിൽ വളരുന്ന മറ്റ് ചെടികൾ നമുക്ക് നടാം. ഇനി അഥവാ കൂടുതൽ ചെടികൾ അങ്ങനെ നടാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മറ്റു വാട്ടർ പ്ലാന്റ്സ് നമുക്ക് വളർത്താം. അതായത് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ വളരുന്ന അതുപോലെയുള്ള വാട്ടർ പ്ലാന്റ്സ്. അപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന 1-2 പറയാം. പിസ്റ്റിയ വാട്ടർ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അതായത് വെള്ളത്തിന് മുകളിലൂടെ ഒഴുകി നടക്കുന്നതാണ്. സാധാരണ തോടുകളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ എസോള ഇതേപോലെ തന്നെ കോമൺ ആയിട്ടൊരു ചെടിയാണ്. ഇതും വെള്ളത്തിന് മുകളിൽ തന്നെ ഒഴുകി നടക്കുന്നതാണ്. പിന്നെ ഹൈഡ്രില്ല എന്ന് പറയുന്നത് വെള്ളത്തിന് താഴെ വളരുന്ന ചെടിയാണ്. ഇത്തരം ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ വളരെയധികം ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പം ഇത്തരം ചെടികൾ വളർത്തുന്നത് വെള്ളം ക്ലിയർ ആക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതേപോലെയുള്ള ചെടികൾ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് ഓവർ ഗ്രോത്ത് വരാതെ ശ്രദ്ധിക്കണം. ഈ ഒരു ആമ്പൽ ചട്ടിയിൽ നമ്മൾ അസോള ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ചെടികളെല്ലാം പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഈ അസോള കുറച്ചും എടുത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അത് പിസ്റ്റി ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഹൈഡ്രില്ല ആണെങ്കിലും, ഇത്തരത്തിലുള്ള ചെടികൾ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ചട്ടിയിൽ നിന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം മൾട്ടിപ്ലൈ ചെയ്യുകയും ഈ ആമ്പലിനെയെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ അത് വളരും. ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെ ഒരു മാറ്റ് പോലെ അസോള കെടുക്കുകയാണ്. ഇതേപോലെയുള്ള വാട്ടർ പ്ലാന്റ്സ് ഓവർ ഗ്രോത്ത് സംഭവിക്കുമ്പോൾ ആമ്പലിൻ്റെ വളർച്ചയെല്ലാം പതുക്കെ കുറയുകയും പതിയെ അത് നശിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ പ്ലാന്റ്സ് വളർത്തുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുറച്ച് ചട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ കുളത്തിൽ നിന്നോ എടുത്ത് മാറ്റണം. മറ്റ് ചെടികൾക്കത് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഫുഡ് കളർ കലർത്തുകയാണ്. ഡാർക്ക് കളേഴ്സായ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ഇതൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇത്തരം കളറുകൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കടക്കാതെ ഇരിക്കുകയും അങ്ങനെ ആൽഗൽ ഗ്രോത്ത് അല്ലെങ്കിൽ പായലിൻ്റെ വളർച്ചയെ അത് തടയുകയും ചെയ്യും. ഞാൻ ബ്ലാക്ക് കളർ ഒന്ന് യൂസ് ചെയ്ത് നോക്കി. കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. ചില ബൊട്ടാണിക്കൽ ഗാർഡൻസിലൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഫുഡ് കളർ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ചെറിയ ചട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അതല്ല ഇതേപോലെ വലിയ കുളമാണെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് കളർ യൂസ് ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയില്ല. 3-മത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് എപ്പോഴും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഫൗണ്ടൻ പോലെയൊക്കെ സെറ്റ് ചെയ്യാം. വാട്ടർ ഫിൽറ്റേഴ്സ് വാങ്ങാൻ കിട്ടും, ഓൺലൈനൊക്കെ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് മാത്രം. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോളൊക്കെ നമുക്ക് ഫിൽറ്റർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡായിട്ടുള്ള വാട്ടർ പ്ലാന്റ്സിനെ വളർത്തുക എന്നുള്ളതാണ്. പിസ്റ്റിയ, അസോള, ഹൈഡ്രില്ല ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ്സ് ആണ്. അതല്ലാതെ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഒരു ആമ്പൽക്കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കുമ്പം അതിൻ്റെ ഭംഗി കൂടുതലാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.